Meet the editors. മുറിവുകൾ മറന്നോ എന്നാണ് ചോദ്യം. മുറിവുകൾ മറന്നോ എന്നാണ് ചോദ്യം. ഇന്നിപ്പോൾ രാവിലെ പി ജയരാജൻ നടത്തിയ പ്രതികരണമാണ് ഈ വിഷയം ഇത്രയും അധികം ചർച്ചയാക്കി മാറാനുള്ള സാഹചര്യം. പക്ഷേ പി ജയരാജനെ പിന്തുണച്ച് മറ്റ് മുതിർന്ന CPM നേതാക്കളാരും വന്നത് നമ്മൾ കണ്ടില്ല. ഈ വിഷയം കൂത്തുപറമ്പ് എന്നും CPM-നും DYFIക്കും വൈകാരികമായ വിഷയമാണ്. 1994 നവംബർ 25 വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 3 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു വലിയ DYFIയുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് സഖാവ് പുഷ്പൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമേ ആവുന്നുള്ളൂ. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് പി ജയരാജൻ എന്നതാണ് ചോദ്യം. മുറിവുകൾ മറന്നോ എന്ന് വെച്ചാൽ പി ജയരാജൻ മുറിവ് മറക്കാത്തതുകൊണ്ടാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അത് ഓർമ്മിപ്പിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം ആ കാര്യങ്ങൾ മുഴുവൻ, ആ സമരത്തിൽ രക്തസാക്ഷികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയാണ്: കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവദ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ്, അത് പാർട്ടിയല്ല, വിശദീകരിക്കേണ്ട സർക്കാരാണ്. നിതിൻ അഗർവാൾ ആകട്ടെ CPM-കാരെ തല്ലിച്ചതച്ച ആളാണ്. തല്ലിച്ചതച്ചെന്ന് പറയുമ്പോൾ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി, ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി അടക്കം മർദ്ദിച്ച കേസിൽ നിതിൻ അഗർവാളിനെതിരെ CPM കേസ് പോയിട്ടുണ്ട്. യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. അപ്പോൾ ഇതെല്ലാ കാര്യം സർക്കാരിന് ഇട്ടുകൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഇന്ന് പ്രതികരിക്കുന്നത് അത് കണ്ണൂരിലെ സഖാക്കളുടെ മുറിവുണങ്ങിയിട്ടില്ല എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആ മുറിവുകൾ അവർ മറക്കാത്തത് കൊണ്ട് അത് പാർട്ടിയെയും സർക്കാരിനെയും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണം എന്താണ്? MV ഗോവിന്ദൻ ഇത് പറയുന്നു, അതിൽ നടത്തിയ കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിൽ റവഡയെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അതിനുശേഷം കോടതി തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയാണ്. സാങ്കേതികമായി സർക്കാരിനെ സംബന്ധിച്ച് ഈ തരത്തിൽ UPSC നൽകുന്ന ഒരു പട്ടികയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. മറ്റ് 2 പേരുകൾ അവിടെ വരുന്നു, യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ടും പിന്നെ നിതിൻ അഗർവാളിനെ ഇപ്പോൾ നിതിൻ അഗർവാളും CPM-ന് സ്വീകാര്യനല്ല എന്നാണ് പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അത് അവിടെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ജേക്കബ് തോമസ് മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണല്ലോ. ജേക്കബ് തോമസ് ഒരു കാലത്തുണ്ടാക്കിയിരുന്ന കോലാഹലം, ഓരോ വിഷയത്തിലും കേസുകൾ പോയി ഓരോരുത്തർക്കെതിരെ കേസെടുക്കുന്ന രീതി, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ ആ ഒരു രീതി ഇദ്ദേഹത്തിൽ പാർട്ടി കാണുന്നില്ല, സർക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്വീകാര്യനല്ല. സ്വാഭാവികമായും സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് മുന്നോട്ട് പോകാൻ സർക്കാരുമായി എന്നതിലപ്പുറം മുഖ്യമന്ത്രിയുമായി ചേർന്ന് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെ മാത്രമേ പോലീസ് മേധാവിയാക്കുകയുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ഒരാളായിട്ട് റവഡ മാറുകയാണ്. നേരത്തെയും പല ചുമതലകൾ, ക്രമസമാധാനത്തിൻ്റെ ചുമതലയടക്കം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടെന്ന് 2 ആഴ്ച മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അതിലെ സാങ്കേതികത്വം. അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ അതേ വഴിയുള്ളൂ. പക്ഷേ പി ജയരാജൻ അത് ഓർമ്മിപ്പിക്കുമ്പോൾ ഈ പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ്? ഈ കാര്യത്തിൽ വെടിവെപ്പിന് തുനിയണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ്. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകി. ആ ഉത്തരവ് ASP റവഡ നടപ്പാക്കിയാണ് ചെയ്തത്. സംഭവത്തിന് 2 ദിവസം മുൻപ് മാത്രം ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ് എന്നാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഉത്തരവാദിത്തം ഏറ്റുവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട് പറഞ്ഞത്. അത് 97 ജൂലൈ 4 കൊടുത്ത റിപ്പോർട്ടാണ്. നോക്കൂ, 97 ജൂലൈ 4 ശേഷം റവഡ ചന്ദ്രശേഖർ എന്നോ ഈ പറയുന്ന ഹക്കീം ബത്തരി എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, DYSP മാത്രമാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന രൂപത്തിലാണോ CPM പ്രതികരിച്ചിരുന്നത്? CPM പിന്നെയും കൂത്തുപറമ്പ് എത്ര ഘട്ടങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഒരു പ്രതിഭാഗത്ത് നിൽക്കുന്നതിൽ ഈ റവഡയുടെ പേരും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 2000-ൽ ഇത് ക്വാഷ് ചെയ്തു കേസ്. അതിനുശേഷം 2012 വരെ സുപ്രീം കോടതി വരെ CPM പോയിട്ടുണ്ട്. 2012-ലാണ് ക്ലീൻ ചിറ്റ് ഇവർക്ക് ലഭിക്കുന്നത്. 2012-ന് ശേഷം ഇത് പറഞ്ഞിട്ടില്ലേ? 2012-ന് ശേഷം കൂത്തുപറമ്പ് ഉന്നയിക്കപ്പെട്ടിട്ടില്ലേ? അപ്പോൾ കൂത്തുപറമ്പ് ആരുടെ വീഴ്ചയാണെന്നേ? ഈ പറയുന്ന ഈ TT ആൻ്റണിയുടെ മാത്രം ഉത്തരവാദിത്തമാണോ? പോലീസ് സ്റ്റേഷനിൽ മാത്രം നിന്ന പത്മകുമാറിൻ്റെ ഉത്തരവാദിത്തമാണോ? അപ്പോൾ അവിടെ അതിന് ഓർഡർ ഇട്ട ഈ പറഞ്ഞ പരിചയക്കുറവുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ MVR-ന്റെ ആത്മകഥയിലും ആ ഭാഗം പറയുന്നുണ്ട്. അവരാണ് അവിടെ കാര്യങ്ങൾ നടപ്പാക്കിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം. ആ വാചകം എന്ന് പറയുന്നത് ഇതാണ്: അക്രമി സംഘം പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ കൂത്തുപറമ്പിൽ 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ നിർഭാഗ്യകരമായ സംഭവം
ഒഴിവാക്കാമായിരുന്നു. കൂത്തുപറമ്പ് ടൗൺ ഹാൾ പരിസരത്ത് ഇത്രയും വലിയ ഒരു അക്രമി സംഗമം തടിച്ചുകൂടുന്നത് പോലീസിന് തടയാമായിരുന്നു. അതുണ്ടായില്ല. പോലീസ് വെടിപ്പിലേക്ക് നയിച്ച അക്രമം നടക്കുമ്പോൾ അക്രമികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് കെ പത്മകുമാർ പോലീസ് സ്റ്റേഷനിൽ കാഴ്ചക്കാരനെ പോലെ നിലകൊള്ളുകയായിരുന്നു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ASP രവത ചന്ദ്രശേഖറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആന്റണിയുമാണ് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത്. ഇങ്ങനെയാണ് ആത്മകഥയിൽ പറയുന്നത്. പിന്നീട് കാലം എന്തൊക്കെ മാറ്റി, കാലം മാറുന്നു. MV രാഘവൻ്റെ അവസാന കാലത്ത് പാർട്ടിയോട് എടുക്കുന്നു. MV രാഘവൻ്റെ മകൻ നികേഷ് കുമാർ മത്സരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഓരോ കാലത്ത് സംഭവിക്കുന്നതാണ്. പക്ഷേ എല്ലാ കാലത്തും പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുകയും പുഷ്പൻ എന്ന ജീവിക്കുന്ന രക്തസാക്ഷിയെ കൊണ്ട് നടക്കുകയും ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ തന്നെ രക്തസാക്ഷിയാവുകയും ചെയ്യുന്നു. അപ്പോൾ അതിലൊരു രാഷ്ട്രീയമായ പ്രതികരണം നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വിശദീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് പി ജയരാജൻ ചെയ്തിട്ടുള്ളത്. പി ജയരാജൻ്റെ ഇന്നത്തെ പ്രതികരണം നോക്കൂ. മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, പാർട്ടി കമ്മിറ്റിയിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ RSSുമായി സഹകരിച്ചു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞതിനെ പേരെടുത്ത് വിമർശിച്ചത് പി ജയരാജനാണ് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ആ കാര്യങ്ങൾ മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് പറയില്ല. അല്ലാതെ അദ്ദേഹം നിഷേധിക്കുകയല്ല, ഞാനത് പറഞ്ഞിട്ടില്ല എന്നോ അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല, നിങ്ങൾ വെറുതെ കള്ളക്കഥ മെനയുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയില്ല. അപ്പോൾ പുറത്തേക്ക് വന്നത് ശരിയാണ്, ചില കാര്യങ്ങൾ ഇവിടെ ചർച്ചയാകാൻ ഇട്ട് തരികയാണ് പി ജയരാജൻ ചെയ്തിട്ടുള്ളത്. അത് അവിടെ ചെയ്തുകൊണ്ട് പിന്നെ വലതുപക്ഷ മാധ്യമങ്ങളുടെ അജണ്ട എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്ന കണ്ണൂരിലെ ഒരു വലിയ വിഭാഗം സഖാക്കൾക്ക് തന്നെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം ഈ പ്രതികരണങ്ങൾ. ഇതിപ്പോൾ സാങ്കേതികമായി പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ഈ പ്രതികരണങ്ങൾ അത് അന്നത്തെ കമ്മീഷൻ തള്ളിക്കളഞ്ഞതാണല്ലോ, കോടതി കുറ്റമുക്തനാക്കിയത്. കോടതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. സെൻകുമാറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. സെൻകുമാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. DGP സ്ഥാനത്ത് അദ്ദേഹം തിരിച്ചെത്തുന്നു. ഇപ്പോഴും സെൻകുമാറിൻ്റെ കാര്യത്തിൽ CPM ഒരു നിലപാടുണ്ടല്ലോ, ഇല്ലേ? അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അത് പറയരുത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം. പല പോലീസ് ഉദ്യോഗസ്ഥരും, രമൺ ശ്രീവാസ്തവയാകട്ടെ, ബെഹ്റയാകട്ടെ, ഇവരൊക്കെ തന്നെയും ഉപദേഷ്ടാവായും പോലീസ് മേധാവിയായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നു. അത് കേരളം ചർച്ച ചെയ്യും. പാർട്ടിയിൽ ഒരു വിഭാഗത്തിലെങ്കിലും മുറിവുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. മുറിവുകൾ മറന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായി അത് മറന്നിരിക്കുന്നു. പക്ഷേ എല്ലാ സഹാക്കളും മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, മുറിവുകൾ മറന്നോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഈ കാര്യത്തിൽ ഈ പാർട്ടി സെക്രട്ടറിയുടെ മറുപടിയിൽ നിന്ന് തുടങ്ങണം. അദ്ദേഹം പറഞ്ഞു കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളാണ്. കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളാണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? അപ്പം അതേ നാണയത്തിൽ തിരിച്ചൊരു ചോദ്യം. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതി കുഞ്ഞനന്ദൻ, അയാൾ കുറ്റവാളിയാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറ്റവാളിയാണോ അല്ലയോ? TP ചന്ദ്രശേഖരൻ വധക്കേസ് CPM കൈയൊഴിഞ്ഞ കേസാണ്, ഞങ്ങൾക്കതിൽ ബന്ധമില്ലെന്ന് പറഞ്ഞാണ്. അതിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കേസിൽ പ്രതിയാണെന്ന് കോടതി പറഞ്ഞു. എന്തായിരിക്കും പാർട്ടി സെക്രട്ടറിയുടെ ഇതേ നാണയത്തിലുള്ള മറു ചോദ്യം വന്നാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി? ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പല കാര്യങ്ങളും പറയാം. പക്ഷേ ഒരു സംവിധാനം വരുമ്പോൾ, ഒരു രാഷ്ട്രീയ സംവിധാനം വരുമ്പോൾ, അത് ഗവൺമെൻറ്റായി മാറുമ്പോൾ അങ്ങനെയൊന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല. ഉദാഹരണം, 1945 നാവിക കലാപം നടത്തിയ നാവികരെ ഇന്ത്യൻ സൈന്യം തന്നെയാണ് അന്ന് എതിർത്ത് തോൽപ്പിച്ചത്, അവരെ തൂക്കിക്കൊന്നത്. അതുകൊണ്ട് 47 ഇന്ത്യക്ക് സ്വതന്ത്രമായപ്പോൾ അന്ന് ഈ സൈന്യത്തിലുള്ളവരെയൊക്കെ പിരിച്ചുവിട്ടോ? അങ്ങനെ പിരിച്ചുവിട്ട രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതേ സൈനിക മേധാവികൾ തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തെ നയിച്ചത്. ഓരോ കാലത്തും രാഷ്ട്രീയമായി പല പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥരുമായി ഒരു പാർട്ടി സംവിധാനത്തിനോ മുന്നണിക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിൻ്റെ പേരിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നിൽക്കുന്ന നടപടിയെടുത്ത് അയാളെ ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് ഒരു ന്യായമുണ്ട്. അത് ഈ സർക്കാരിന് അനുകൂലമായിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ്. കോടതി കുറ്റമുക്തനാക്കിയെന്ന് പറയുന്നത് അതൊരു മുട്ടാപ്പോക്ക് ന്യായം. പക്ഷേ ഒരു സർക്കാർ സംവിധാനത്തിന് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇയാളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇയാൾ പണ്ട് ഞങ്ങളെ തല്ലിയ ആളാണെങ്കിൽ കേസുണ്ടോ? ആ കേസ് ഇപ്പോൾ എവിടം വരെയായി? അയാളെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അയാൾക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ സർക്കാരിന് അങ്ങനെ ഒരു ന്യായം പറയാൻ ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് രവട ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ അതിനുശേഷം പല 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 പദവികളും രവട ചന്ദ്രശേഖരന് കിട്ടിയിട്ടുണ്ട്. അത് കൊടുക്കാനേ പറ്റൂ, അല്ലാതെ അതിൻ്റെ പേരിൽ വേറെ ന്യായമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ സർക്കാരിനൊരു ചോയ്സ് ഉണ്ട്. 3 പേരെയാണ് ഈ അവസാനം കേന്ദ്രത്തിൽ നിന്ന് പേരയച്ചത്. 1 നിതിൻ അഗർവാളാണ്, 2 രവട ചന്ദ്രശേഖറാണ്, 3 യോഗേഷ് ഗുപ്തയാണ്. എങ്ങനെയാണോ രവട ചന്ദ്രശേഖരന് CPM-മായി തർക്കമുള്ളത്, പ്രശ്നമുള്ളത്, കൂത്തുപറമ്പ് കേസിലെ CPM-ൻ്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയായത്, അതേ കാലത്ത് തന്നെ
നിതിൻ അഗർവാൾ കൂത്തുപറമ്പിലെ പാർട്ടി നേതാവിനെ സ്റ്റേഷനകത്ത് വെച്ച് തല്ലി കസ്റ്റഡി മർദ്ദനമാണ്. അതിൻ്റെ പേരിൽ CPM കുറേ കാലം ഇയാൾക്കെതിരെ കേസ് കൊടുത്താണ്. അവിടെയും അയാൾ ഊരിപ്പോയി. അപ്പോൾ ഈ 2 പേരോടും പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് എ ചോയ്സ്. 3 പേരാണ്. ഇപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്ക് അല്ലെങ്കിൽ റബഡ ചന്ദ്രശേഖറിന് അല്ലെങ്കിൽ നിതിൻ അഗർവാളിന് ഓരോരോ പദവികൾ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. പക്ഷേ DGP ആയി വരുമ്പോൾ നിങ്ങൾക്ക് 3 പേരുണ്ട്. 3 പേർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇന്നും P ജയരാജൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് യോഗേഷ് ഗുപ്തയെ എടുത്തില്ല എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞ ഒരു ചർച്ച. യോഗേഷ് ഗുപ്തയ്ക്ക് എന്താണ് പ്രശ്നം? നമുക്ക് ഒരു 3 മാസം മുമ്പത്തെ സംസ്ഥാന സർക്കാരിൻ്റെ വിചിത്രമായൊരു ഉത്തരവ് നോക്കാം. യോഗേഷ് ഗുപ്തയെ വളരെ പെട്ടെന്ന് വിജിലൻസിൻ്റെ ഡയറക്ടറാക്കുന്നു. എന്നിട്ട് ആ ഉത്തരവ് വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലേ പെട്ടെന്ന് ആ ഉത്തരവ് മരവിപ്പിച്ചിട്ട് അദ്ദേഹം ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. എന്തായിരുന്നു കാര്യം? മുഖ്യമന്ത്രിയുടെ വളരെ വേണ്ടപ്പെട്ട KM എബ്രഹാമിനെതിരെയുള്ള കേസിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫയലുകൾ, അതിൻ്റെ കോപ്പികൾ CBIക്ക് എടുത്തു കൊടുത്തു എന്നുള്ളതായിരുന്നു കുറ്റം. അത് അന്തഃപുരങ്ങളിലൊക്കെ വാർത്തയായി കറങ്ങി നടന്നതാണ്. അങ്ങനെ സർക്കാരിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളെ അല്ലെങ്കിൽ സർക്കാരിന് ഇഷ്ടപ്പെട്ട ആളുകൾക്കെതിരെ നടപടിയെടുത്ത ഒരാളെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും എന്നതാണ് യോഗേഷ് ഗുപ്ത തട്ടിപ്പോകാനുള്ള കാരണം. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുമ്പിൽ ഞാനത് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 3 പേരിൽ ആരെ എടുക്കും? വാട്ട്സ് യുവർ ചോയ്സ്? 1 പാർട്ടി പ്രവർത്തകനെ തല്ലിയാൾ, 2 കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ഓർഡർ ഇട്ടയാൾ, അതിൻ്റെ കൂടെ നിന്നയാൾ, 3 KM എബ്രഹാം എന്ന സീനിയർ ഉദ്യോഗസ്ഥനെതിരെ സർക്കാരിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ CBIക്ക് എൻ്റെ ഫയലിന് കോപ്പി കൊടുത്തയാൾ. മുഖ്യമന്ത്രി ഒരു ചോയ്സ് എടുത്തു. ആ ചോയ്സ് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ഇന്ന് P ജയരാജൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ക്രച്ച്. അവിടെ CPMലെ പാർട്ടി നേതാക്കളുടെ ഓർമ്മ, പഴയ 5 രക്തസാക്ഷികൾ, അതിനുശേഷം പുഷ്പൻ മരിച്ചത്, ഇതെല്ലാമാണോ? ആ തട്ടാണോ തൂങ്ങി നിൽക്കുക? അതോ KM എബ്രഹാമിൻ്റെ ഫയൽ എടുത്തു കൊടുത്ത ഏറ്റവും അവസാനത്തെ സംഭവമാണോ? ഒരു സംസ്ഥാന സർക്കാർ ഒരു ഭരണം നടത്തുമ്പോൾ പല കാര്യങ്ങളും ഇതിനകത്ത് നോക്കേണ്ടി വരും. 10-30 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മകളുമായി നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പാടുകയും ഈ വിഷയം വളരെ ശക്തമായി കൊണ്ടു നടക്കുകയും ചെയ്തു എന്നതുകൊണ്ട് ഇയാളെ നമ്മൾ ഒഴിവാക്കണോ? അതോ സർക്കാരിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്ത ആളെ ഒഴിവാക്കണോ? ഈ ചോയ്സിൽ അവസാനം റബഡ ചന്ദ്രശേഖറിലേക്കാണ് അവർ എത്തി നിന്നത്. പക്ഷേ ഈ ഓർമ്മകൾ ആർക്കൊക്കെയാണ് ഇല്ലാതെ പോയതെന്ന് ഓർത്ത് നോക്കൂ. ഇന്ന് ഇത് സംസാരിച്ച് വിശദമായി പറഞ്ഞ P ജയരാജൻ ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ അതിലൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ സർക്കാർ തീരുമാനിച്ചെന്ന് പറയുന്നതിന് പകരം ഈ കഥ മുഴുവൻ വിശദീകരിച്ച് നമുക്കെല്ലാം ഓർമ്മയില്ലാത്ത കാര്യങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഇതേ P ജയരാജനല്ലേ കൂത്തുപറമ്പ് ഈ വെടിവെപ്പിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു കൂടെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുമല്ലോ. ഇത് കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടന്ന ഒരു കാലത്ത് മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ വെടിവെപ്പാണ്. എന്തായിരുന്നു സമരം? സ്വാശ്രയ കോളേജുകൾക്കെതിരെയായിരുന്നു. ഏതായിരുന്നു ആ കോളേജ്? പരിയാരം മെഡിക്കൽ കോളേജായിരുന്നു. സഹകരണ മേഖലയിൽ വന്ന മെഡിക്കൽ കോളേജ് അതായിരുന്നു. സ്വാശ്രയ മേഖലയിൽ വന്ന ആദ്യത്തെ മെഡിക്കൽ കോളേജ് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് അന്ന് എനിക്ക് ഓർമ്മ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ്, പരിയാരത്തൊരു കോളേജ്, കോഴ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന മുദ്രാവാക്യം. അതേ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണസമിതിക്ക് വേണ്ടി മത്സരിക്കുകയും ആ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണം CPMൻ്റെ കയ്യിലേക്ക് വരികയും ചെയ്തു. എന്നിട്ട് ആളുകളെയൊക്കെ തിരികെ കയറ്റി എന്ന് പറഞ്ഞ ഈ കോളേജ് കുറേ കാലം CPMൻ്റെ കയ്യിലായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും അവസാനം വെച്ചൊഴിയേണ്ട ഒരു അവസ്ഥ വന്നിട്ട് ഏറ്റവും അവസാനം ഇത് എങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോഴും അത് പൂർണ്ണമായും സർക്കാരിൻ്റെ കയ്യിലേക്ക് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജ്, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് സമരം എന്തായി? പിന്നെ വന്ന ഇടതു സർക്കാരുകൾ എന്താണ് ചെയ്തത്? ഇത് മറന്നുപോയോ? ഇതേ P ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും പാർട്ടിയിൽ പ്രധാനിയായിരിക്കുന്ന, ഇപ്പോഴും അദ്ദേഹം പ്രധാനിയല്ലെന്നല്ല, പക്ഷേ പ്രധാനമായിരിക്കുന്ന കാലത്തല്ലേ ഈ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ കേന്ദ്ര ബിന്ദുവായ MV രാഘവൻ പാർട്ടിയിലേക്ക് വന്നത്? അപ്പോൾ ഈ പ്രശ്നമില്ലേ? രവട ചന്ദ്രശേഖർ എന്ന ജൂനിയർ IPS ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ ബഹളം വയ്ക്കുന്നവർക്ക് ഇതൊരു ഓർമ്മയായിട്ട് തോന്നിയില്ലേ? ഏറ്റവും അവസാനം MV രാഘവൻ പാർട്ടിയിലേക്ക് എത്തിയില്ല എന്നൊരു ഘട്ടം വരെ എത്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അത് പ്രശ്നമല്ലേ? അപ്പോൾ ഓർമ്മകൾ ആർക്കൊക്കെയാണ് ഇല്ലാതാവുന്നത്? ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ ഉന്നയിക്കുന്നു, പാർട്ടിയിലെ അണികളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അതൊക്കെ ശരി. പക്ഷേ നിങ്ങൾ ഓർമ്മിക്കേണ്ട പല കാര്യങ്ങളും എത്രയോ വർഷമായി മറന്നുപോയി. കൂത്തുപറമ്പ് വെടിവെപ്പിന് കാരണക്കാരനായ MV രാഘവനെ നിങ്ങൾ മറന്നു. സ്വാശ്രയ കോളേജ് സമരം നിങ്ങൾ മറന്നു. സ്വാശ്രയ വിഷയം അവസാനം എങ്ങും എത്താതെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് നാമാവശേഷമായി പോയി.
ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ പുല്ലുപോലെ നടക്കുന്നുണ്ട്. ഇടത് സർക്കാർ തന്നെ സ്വാശ്രയ കോളേജുകൾ അനുവദിക്കുന്നുണ്ട്. അവസാനം നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ ആ സ്വാശ്രയ കോളേജ് നിങ്ങൾക്ക് തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ അത് വേറൊരു അവസ്ഥയിലേക്ക് പോവുകയുമാണ്. കെ എം മാണിക്കെതിരെ കേരളത്തിൽ എത്ര വലിയ സമരമാണ് നടത്തിയത്. ഒരു ബജറ്റ് തന്നെ തടസ്സപ്പെട്ടു. അത് കഴിഞ്ഞ് കെ എം മാണിയുടെ പാർട്ടിയെ അടുത്ത തവണ ഒരു മടിയില്ലാതെന്നല്ലോ. അപ്പോൾ അദ്ദേഹം പി ജയരാജൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇതൊരു രാഷ്ട്രീയ തീരുമാനം അല്ല, ഇതൊരു ഭരണപരമായ തീരുമാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ അദ്ദേഹം ഒരു കൃത്യമായൊരു മുനയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി സർക്കാരിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് അവരുടെ ഭരണത്തിലും പ്രതിഫലിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെടുത്ത കെ എം മാണിയുടെ അടക്കം, സ്വാശ്രയ കോളേജ് അടക്കം, MV രാഘവൻ്റെ അടക്കം, അതെല്ലാം വളരെ വ്യക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഓർമ്മകൾ എല്ലാവർക്കും വേണം. ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ളതല്ല ഓർമ്മ എന്ന ആയുധം. ഇതാണ് ചോദ്യം. മുറിവുകൾ മറന്നതല്ല, ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു സർക്കാരിന് ചെയ്യാൻ സാധ്യമായത് സർക്കാർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ പി ജയരാജൻ്റെ ഇന്നത്തെ രാവിലത്തെ പ്രസ്താവന വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് അദ്ദേഹം തന്നെ പറയുന്ന മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ ആ വിഷയത്തെ പി ജയരാജന് ശേഷം മറ്റൊരു മുതിർന്ന CPM നേതാവും പിന്താങ്ങിയിട്ടില്ല എന്നത് ഈ നിമിഷം വരെയും നമുക്കറിയാം. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും പി ജയരാജൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? കഴിഞ്ഞ സംസ്ഥാന സമിതിയിലും പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. RSSുമായി ബന്ധപ്പെട്ട പ്രസ്താവന ദോഷം ചെയ്തു. സാധാരണ നിലയിലുള്ള നേതാക്കൾ പോലും പറയാത്തത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇത് അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക എന്ന മോഹം അവസാനിച്ചു. ഇനി അതിന് സാധ്യതയുമില്ല. സംസ്ഥാന സമിതിയിൽ തന്നെ തുടരുന്ന പി ജയരാജൻ ആ അർത്ഥത്തിൽ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും നിന്നുകൊണ്ടുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിമർശനം, പക്ഷേ അത് സുരക്ഷിതമായിട്ടുള്ള വിമർശനമാണ്. കാരണം സർക്കാരിനെ പൂർണ്ണമായും തള്ളുകയല്ല, എന്നാൽ തൻ്റെ നീരസവും അതൃപ്തിയും വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുകയാണ് പി ജയരാജൻ ചെയ്തത്. വിശദീകരിക്കേണ്ടത് സർക്കാരാണ് എന്ന മട്ടിലുള്ള ഒരു പ്രതികരണവും പി ജയരാജൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതേപോലെ ഏതെങ്കിലും വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതികരിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പി ജയരാജൻ തന്നെ മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു. പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റേതെങ്കിലും ഇപ്പോൾ MV ജയരാജൻ കൂത്തുപറമ്പിൽ അന്ന് ആ സമയത്തുണ്ടായിരുന്നയാളാണ്, ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ. ഈ വിഷയത്തിൽ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ലല്ലോ. ബാക്കി പാർട്ടിയിൽ മുതിർന്ന ഒരു നേതാവും, ഇപ്പോൾ അന്ന് തല്ലുകൊണ്ട M സുകുമാരൻ, അന്ന് ലോക്കൽ സെക്രട്ടറിയാണ്, ഇന്നിപ്പോൾ ഏരിയ സെക്രട്ടറിയാണ്. M സുകുമാരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവരാരും തന്നെ പ്രതികരിക്കാതെ പി ജയരാജൻ വന്ന് ഈ നിമിഷത്തിൽ പ്രതികരിച്ചത് തൻ്റെ അതൃപ്തി പരസ്യമാക്കുക എന്നുള്ളതാണ്. അത് പാർട്ടിക്കുള്ളിലെ തനിക്ക് നേരിടുന്ന അവഗണനയോടുള്ള അതൃപ്തിയും അതേസമയം തന്നെ ഈ വിഷയത്തിൽ കൂത്തുപറമ്പിൽ അത് വൈകാരികമായ വിഷയമായി എടുക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ അദ്ദേഹം അവരോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ഐക്യപ്പെടലുമാണ് അവിടെ നടത്തിയത്. അത് യഥാർത്ഥത്തിൽ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സർക്കാർ ഈ പോലീസ് മേധാവിയായി പ്രകാശ് സിംഗ് കേസിന് ശേഷമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ നിയമനമാണിത്. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് രണ്ട് സംസ്ഥാനങ്ങളുണ്ടല്ലോ, കർണാടകയും തമിഴ്നാടും. അവിടെ ഇതുവരെയും DGPയെ, സംസ്ഥാന പോലീസ് മേധാവിയെ പ്രകാശ് സിംഗ് കേസിൻ്റെ തുടർച്ചയെന്ന വണ്ണം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിയമിച്ചിട്ടില്ലെന്നേ. അവിടെ UPSCക്ക് ലിസ്റ്റ് പോലും കൊടുത്തിട്ടില്ല. കാരണം അവർ ഭയക്കുന്നത് UPSC വെട്ടുന്നത് അല്ലെങ്കിൽ UPSC തരുന്നത് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെയാവും. അതവരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലുമൊക്കെ വലിയ പ്രതിസന്ധിയാകും. പക്ഷേ ഈ വിഷയത്തിൽ കേരള സർക്കാർ എടുത്തത് ധീരമായൊരു തീരുമാനമാണ്. കാരണം വരാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്, വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ സർക്കാരിന് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു കാരണവശാലും കണക്കാക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരാണ് ഈ പട്ടികയിലുള്ള മൂന്ന് പേരും മൂന്ന് കോണ്ടെക്സ്റ്റുകളിലാണ്. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ രവതാ ചന്ദ്രശേഖരന് കൂടുതൽ മെറിറ്റ് വരാനൊരു കാരണമുണ്ട്. അത് ഞാൻ പറയാം. ഒന്ന്, ഈ പ്രകാശ് സിംഗ് കേസിൽ 2006 വിധി വരുന്ന സമയത്ത് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പരമാവധി പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ നിയമനത്തിൽ ഒഴിവാക്കണം എന്നുള്ളതാണ്. മാത്രമല്ല 2 വർഷം കൂടി അദ്ദേഹത്തിന് ഫിക്സഡ് ടേം കൊടുക്കണം എന്നുള്ളതാണ്. 6 മാസം കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് സാധാരണ ഈ ലിസ്റ്റ് അയക്കുന്നത്. പക്ഷേ നിങ്ങൾ മേധാവിയായി തീരുമാനിക്കപ്പെട്ടാൽ 2 വർഷം കൂടി സർവീസിൽ തുടരാം. ഇവിടെ എന്താ പ്രശ്നം? ഇപ്പോൾ നിലവിൽ നമ്മളുടെ രവതാ ചന്ദ്രശേഖർ 1991 IPS ബാച്ച്, കേരള കേഡർ, ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരിയിൽ നിന്നുള്ള വളരെ സത്യസന്ധനായ, ഹൈദരാബാദിൽ അന്ന് എനിക്ക് തോന്നുന്നു ഹൈദരാബാദിലാണ് ASP ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിന്നാണ് പിന്നീട് കേരള കേഡറിലേക്ക് വരുന്നത്. SP ആയിട്ട് ചുമതല ഏറ്റെടുക്കുന്നത് തലശ്ശേരിയിലാണ്. നിതിൻ അഗർവാൾ ഒഴിയുന്ന വേക്കൻസിയിലേക്കാണ് ഈ രേവതാ ചന്ദ്രശേഖർ വരുന്നത്. ഹൈദരാബാദിൽ നിന്ന് വരുന്നത് കേരളത്തിലെ കേഡറിലേക്ക്, തലശ്ശേരിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ
നിലവിൽ IB-യുടെ മേധാവിയായ തപൻ കുമാർ ദേവ യഥാർത്ഥത്തിൽ 1 വർഷം കൂടി എക്സ്റ്റൻഷൻ നീട്ടിക്കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ. കേരളത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ താല്പര്യമില്ലാതിരുന്ന രവീന്ദ്ര ചന്ദ്രശേഖരന് ഇനി 6 മാസം കൂടി മാത്രമേ കാലാവധിയുള്ളൂ. എന്നാൽ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായി വന്നാൽ 2 വർഷം കൂടി കാലാവധി കിട്ടും. എന്ന് വെച്ചാൽ 2026-27 വരെ കാലാവധി ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ 1.5 വർഷത്തെ സർവീസ് കൂടി അധികം രവീന്ദ്ര ചന്ദ്രശേഖരന് കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു വന്നത്. ഒരു പക്ഷേ IB-യുടെ മേധാവിയായി അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയിരുന്നുവെങ്കിൽ ഈ പോസ്റ്റിലേക്ക് വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. നിലവിലെ മേധാവിക്ക് 1 വർഷം നീട്ടി, പക്ഷേ 1 വർഷം നീട്ടിക്കൊടുത്തതാണ് സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. അതുകൊണ്ടാണ് നിലവിൽ രവീന്ദ്ര ചന്ദ്രശേഖർ വന്നത്. ഇനി രവീന്ദ്ര ചന്ദ്രശേഖർ വന്നില്ലെങ്കിലോ? രവീന്ദ്ര ചന്ദ്രശേഖർ ഇത് ഒഴിയുകയായിരുന്നുവെങ്കിൽ, ഇതിന് വില്ലിങ്നെസ് പ്രകടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പകരം പട്ടികയിലുള്ളത് നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത, അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് മനോജ് എബ്രഹാം ആയിരിക്കും. സ്വാഭാവികമായി മനോജ് എബ്രഹാം ആയിരിക്കും സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പിക്ക്. മനോജ് എബ്രഹാമിനോട് സർക്കാരിനോട് ഒരു വിരോധവുമില്ല. മറ്റൊന്ന് അജിത് കുമാറാണ്. അജിത് കുമാറിനെ ഈ സാഹചര്യത്തിൽ സർക്കാർ നിയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആകും അത് എന്നുള്ളതും അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പക്ഷേ 30 വർഷത്തെ സർവീസ് ഉണ്ടെന്ന് സർക്കാർ തന്നെ കൊടുത്തത്. തുടക്കത്തിൽ പല നീക്കങ്ങളും MR നടത്തിയിരുന്നു, ശ്രമിച്ചിരുന്നു. പക്ഷേ മനോജ് എബ്രഹാമിലേക്ക് തന്നെയായിരുന്നു സർക്കാരിൻ്റെ ഉന്നം. അതിനുവേണ്ടി 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, രവീന്ദ്ര ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന് വില്ലിങ്നെസ് ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷേ അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. IB മേധാവിയായി തപൻ കുമാർ ദേവയെ നിയമിക്കുന്നു. അതോടുകൂടി 1 വർഷം കൂടി എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. അതോടുകൂടി രവീന്ദ്ര ചന്ദ്രശേഖരന് ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് രവീന്ദ്ര ചന്ദ്രശേഖർ വന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനിയുള്ളത് നിതിൻ അഗർവാളാണ്. നിതിൻ അഗർവാളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. 1994 RSSുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അന്ന് തലശ്ശേരിയിലെ ലോക്കൽ കമ്മിറ്റി അംഗമായ M സുകുമാരനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്നുണ്ട്. അതിനുശേഷം കേസ് പോകുന്നുണ്ട്, തുടർച്ചയായ കേസുകൾ കൊടുക്കുന്നുണ്ട് CPM. നിതിൻ അഗർവാളിനെ സംബന്ധിച്ച് CPM-ന്റെ ലോക്കൽ നേതാക്കൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു നേതാവാണ് നിതിൻ അഗർവാൾ എന്ന് പറയുന്നത്. പക്ഷേ പട്ടികയിൽ അദ്ദേഹമാണ് 1-ാം സ്ഥാനം. അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തെ നിയമിക്കാൻ കഴിയില്ല. പിന്നീടാണ് രവീന്ദ്ര ചന്ദ്രശേഖർ. ഞാൻ അതിലേക്ക് വരാം. അതിന് പിന്നീടുള്ളത് യോഗേഷ് ഗുപ്തയാണ്. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ എന്താ പ്രശ്നം? യോഗേഷ് ഗുപ്തയുടെ വസ്തുതാ റിപ്പോർട്ട് പോലും സർക്കാർ ഇടയ്ക്ക് കൊടുക്കാതിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം താല്പര്യമില്ലെങ്കിൽ ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ടാണ്. നിലവിൽ അദ്ദേഹം സർക്കാരിന് താല്പര്യമുള്ള ചില കേസുകളിൽ വിജിലൻസിൻ്റെ ചില പ്രത്യേക ഉത്തരവുകൾ ഇറക്കുക, വിജിലൻസുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിക്കുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക. വേണ്ടത്ര തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജേക്കബ് ജോർജ് സിൻഡ്രം ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് സർക്കാരിന് താല്പര്യമില്ലാത്തൊരു ഉദ്യോഗസ്ഥനായിരുന്നു യോഗേഷ് ഗുപ്ത. അപ്പോൾ ഇവർ പോയി മനോജ് എബ്രഹാം വരിക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ അത് UPSCയുടെ ലിസ്റ്റിൽ വന്നപ്പോൾ മനോജ് എബ്രഹാം ഇല്ല, അജിത് കുമാർ ഇല്ല, പകരമുള്ളത് ഈ 3-ലാണ്. ഈ 3 പേരിൽ ഏറ്റവും ബെറ്റർ ഏത് എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് രവീന്ദ്ര ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ട ചോദ്യം. കൂത്തുപറമ്പിലെ 1994 അപകടം നടക്കുന്ന സമയത്ത് നവംബർ 25-ാം തീയതി വെടിവെപ്പ് നടക്കുന്ന സമയത്ത് പരിയാരം എന്തിനായിരുന്നു വെടിവെപ്പ്? നേരത്തെ ജിമ്മി പറഞ്ഞതിനോട് ഞാനിവിടെ വിയോജിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട ഒരു സമരമേ ആയിരുന്നില്ല അന്ന് കൂത്തുപറമ്പിൽ നടന്നത്. കൂത്തുപറമ്പിൽ നടന്നത് വളരെ സ്പെസിഫിക് ആയ ഒരു റീസൺ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സ്പെസിഫിക് ആയ റീസൺ? പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ വായ്പയിൽ, സർക്കാരിൻ്റെ ഭൂമിയിൽ, സർക്കാരിൻ്റെ കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. അത് അന്ന് MV രാഘവനും K കരുണാകരനും ചേർന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. ആ ട്രസ്റ്റിലേക്ക് ഈ മെഡിക്കൽ കോളേജിനെ മാറ്റാനൊരു നീക്കം നടത്തുന്നു. ആ ട്രസ്റ്റ് ഈ മെഡിക്കൽ കോളേജ് നടത്തിയാൽ മതി എന്ന് തീരുമാനമെടുക്കുന്നു. സർക്കാരിൻ്റെ ഭൂമിയിൽ, സർക്കാരിൻ്റെ കെട്ടിടത്തിൽ, സർക്കാരിൻ്റെ വായ്പയിൽ സ്വകാര്യ വ്യക്തികളുടെ ട്രസ്റ്റിന് അത് അനുവദിക്കാനാവില്ല. ഇതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അന്ന് അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തിനൊടുവിൽ വെടിവെപ്പുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. MV രാഘവൻ അർബൻ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സമയത്താണ് ഈ വെടിവെപ്പുണ്ടാവുന്നത്. ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തല്ല. ഞാൻ വരാം, തിരിച്ചു വരാം. അപ്പോൾ ഇവിടെയാണ് ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഇവിടെ രവീന്ദ്ര ചന്ദ്രശേഖർ ഈ സംഭവം നടക്കുന്ന 1994 നവംബർ 25-ന് 2 ദിവസം മുമ്പ് നവംബർ 23-ാം തീയതി 22-ാം തീയതിയാണ് തലശ്ശേരിയിലെത്തുന്നതും SP ആയിട്ട് ചുമതല ഏറ്റെടുക്കുന്നതും. അന്ന് നിതിൻ അഗർവാൾ പോകുന്ന ഒഴിവിലേക്കാണ് വരുന്നത്. കഷ്ടിച്ച് 48 മണിക്കൂർ മാത്രമേ അദ്ദേഹം SP ആയിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചനയോ ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യമോ ഡെവലപ്പ് ചെയ്യേണ്ട സമയമേ ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടറായിരുന്ന TT ആന്റണിയുടെ നിർദ്ദേശപ്രകാരം DYSP അബ്ദുൾ ഹക്കീം ബത്തേരിയും രവീന്ദ്ര ചന്ദ്രശേഖരും അടങ്ങുന്ന ഒരു വലിയ പോലീസ് സന്നാഹം വിന്യസിക്കുന്നു. അന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് വെടിവെക്കാനുള്ള ഉത്തരവ് വരുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, നേരത്തെ സ്മൃതി വായിച്ച പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ്. അത് 1997 ജൂലൈ 17-ാം തീയതി പത്രങ്ങളിൽ വലിയൊരു പരസ്യം സർക്കാരിൻ്റെ ചെലവിൽ തന്നെ നൽകുന്നുണ്ട്. ആ പരസ്യത്തിൽ പറയുന്നത് ഇതാണ്, നേരത്തെ വായിച്ചത് ഒരിക്കൽ കൂടി: കൂത്തുപറമ്പ് വെടിവെപ്പ് എന്താണ് യാഥാർത്ഥ്യം, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം, സംക്ഷിപ്തം എന്ന രൂപത്തിലാണ് അന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഒരു വിവരം സർക്കാർ പരസ്യമായി നൽകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ അപൂർവതയുണ്ട്. ഈ കേസിൽ വേറെ ഒരു കേസിലും അങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ പരസ്യമായി PRD നൽകിയിട്ടില്ല. ഇതതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് നൽകുന്നത്. അന്ന് 97-ലാണ് കൊടുക്കുന്നത് ഓർമ്മിക്കണം. 1997
കൂത്തുപറമ്പ് വെടിവയ്പ് എന്താണ് യാഥാർത്ഥ്യം? അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, അതിൽ ASP രവാഡയുടെ ഉത്തരവാദിത്വം എത്രത്തോളം എന്ന തലക്കെട്ട് കൊടുത്തുകൊണ്ടാണ് പത്രം ഈ പരസ്യം പ്രസിദ്ധീകരിക്കുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ വെടിവയ്ക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കിയത് ASP RA ചന്ദ്രശേഖരായിരുന്നു, രേവത ചന്ദ്രശേഖരായിരുന്നു. വെടിവയ്പ്പിന്റെ കാര്യത്തിൽ ഇതിന് തുനിയണമോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ്. ഈ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകുകയും ചെയ്തു, അതായത് TT ആന്റണി. ASP എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നടപ്പാക്കുകയാണ് ചെയ്തത്. സംഭവത്തിൽ 2 ദിവസം മുമ്പ് ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP എന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിൽ ഉത്തരവാദിത്വം ഏറ്റുവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല. ഇത് തന്നെയാണ് അന്ന് കൊടുത്ത സ്വകാര്യ ന്യായത്തിന്റെ ഭാഗമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അതിനുശേഷം സുപ്രീം കോടതിയും 2012 തീരുമാനമെടുക്കുന്നത്, 2012 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുന്നത്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുന്നത് 2006 കൊടുത്ത സ്വകാര്യ ന്യായത്തിന്റെ പുറത്ത് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി ആണ് ഒരു ഉത്തരവ് കൊടുക്കുന്നത്, കേസ് എടുക്കണമെന്ന്. അതായത് ആദ്യത്തെ ഹൈക്കോടതി ഉത്തരവിനും സുപ്രീം കോടതി ഉത്തരവിനും ശേഷം വീണ്ടും കൂത്തുപറമ്പിലെ മജിസ്ട്രേറ്റ് കോടതി ഒരു സ്വകാര്യ ന്യായത്തിന്റെ പുറത്താണ് വീണ്ടും കൊടുക്കുന്നത്. അതും ഹൈക്കോടതി തള്ളിക്കളയുന്നു. നിലവിൽ രേവത ചന്ദ്രശേഖരനെ കൂത്തുപറമ്പിന്റെ വിഷയത്തിൽ പ്രതിയാക്കാൻ കഴിയില്ല എന്നുള്ളത് 2 വിധികളിലൂടെ കോടതി വിധികളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജുഡീഷ്യൽ കമ്മീഷൻ കുറ്റവിമുക്തനാക്കിയിട്ടുള്ളതാണ്. പക്ഷേ പൊളിറ്റിക്കലായിട്ട് അപ്പോഴും രേവത ചന്ദ്രശേഖരനും നിതിൻ അഗർവാളിൻ്റെയും പേര് DYFയും CPM എല്ലാ ക്യാമ്പുകളിലും പറഞ്ഞിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ നിലവിൽ UPC കൊടുക്കുന്ന ലിസ്റ്റിൽ ഈ 3 പേരുടെ പേരിൽ ആരെടുക്കണമെന്നുള്ളതാണ് ചോയ്സ്. നിലവിൽ ഇതിനകത്ത് ഏറ്റവും ഒരുപക്ഷെ സർക്കാരിന് തലവേദന ഉണ്ടാക്കാൻ കുറവുള്ള നിതിൻ അഗർവാൾ വന്നാൽ അത് വീണ്ടും പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആകും എന്നുള്ളത് കൊണ്ട് തന്നെ കുറ്റവിമുക്തനാക്കിയ മെറിറ്റോറിയസ് ആയ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക്കായി സർക്കാരുമായി ചേർന്നു പോകുന്ന, അതിനുശേഷം സർക്കാരിനെ ഇന്നേ വരെ ഒരു പ്രതിസന്ധിയിലും എത്തിയിട്ടില്ലാത്ത, നേരത്തെ ഷെയ്ഖ് ദർവീഷ് സാഹിബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ സൗമ്യമുഖമുള്ള, വളരെ തമാശക്കാരനായ, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന മെറിറ്റോറിയസ് ആയ ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന് സർക്കാരിന് തോന്നിയത് കൊണ്ടാണ് ഈ 3 പേരിൽ ഒരാളെ പിക്ക് ചെയ്തത്. ഈ 3 പേരെയും സർക്കാരിന് താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കാനുള്ള കാരണം പ്രകാശ് സിംഗ് കേസിൻ്റെ മെറിറ്റ് ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കർണാടകയോ തമിഴ്നാടോ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഈ വിഷയത്തിൽ വേണ്ടതില്ല എന്ന ഒരു തീരുമാനം സർക്കാർ നടപ്പിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിമ്മിക്ക് എന്തോ തിരുവനന്തപുരത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ അന്നൊരു വലിയ സമരം നടക്കുന്ന കാലമാണ്. സംയുക്ത വിദ്യാർത്ഥി സമിതിയാണ് ഉണ്ടാക്കുന്നത്. അന്ന് SFI, ASF അടക്കം മുതൽ SUCI വരെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം നടക്കുന്ന കാലം. അതിനുശേഷം ആ സമരം 1 മാസം ശേഷം അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ രാഷ്ട്രീയ സമരത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നു. എല്ലാ മന്ത്രിമാരുടെയും ഔദ്യോഗിക പരിപാടികൾ ഞങ്ങൾ തടയും. അന്ന് MV രാഘവൻ മാത്രമല്ല, അതിന് തലേദിവസം മാണിയെ തടയുന്നുണ്ട്. കേരളം മുഴുവൻ മന്ത്രിമാരെ തടയുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് MV രാഘവനെ തടഞ്ഞത്. MV രാഘവനെ തടഞ്ഞതിന്റെ കാരണം ഇതാ പറഞ്ഞത്. അല്ല, ഈ സമരം ഈ പരിയാരം കോളേജ് വേറെ ആയിരുന്നു. പരിയാരം കോളേജ് എന്താ സഹകരണ മേഖലയിൽ നിർത്താനായിരുന്നു തീരുമാനം. അല്ല, സഹകരണ മേഖലയിൽ, അതായത് സ്വാശ്രയ മെഡിക്കൽ കോളേജാണ് വിഷയം. അല്ല, പരിയാരം മെഡിക്കൽ കോളേജിന്റെ വസ്തുവും പരിയാരം മെഡിക്കൽ കോളേജിന്റെ പ്രോപ്പർട്ടിയും സർക്കാരിൻ്റെതാകയാൽ ആ സർക്കാരിന്റെ ഭൂമി K കരുണാകരനും MV രാഘവന്റെയും ട്രസ്റ്റിന് കൊടുക്കാൻ പറ്റില്ല. അതായിരുന്നു ആ സമരത്തിന്റെ ലക്ഷ്യം. അത് മാത്രമായിരുന്നില്ല. അല്ല, ആ സമരത്തിന്റെ ലക്ഷ്യം അതായിരുന്നു. അല്ല, അതായത് നിങ്ങൾക്ക് പറയാൻ പറ്റും, അതായത് സ്വാശ്രയ മുദ്രാവാക്യങ്ങളോ എല്ലാ മുദ്രാവാക്യങ്ങളും അല്ലെന്നേ. സ്വാശ്രയ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ആശയത്തെ എതിർത്തുകൊണ്ടാണ് സമരം തുടങ്ങുന്നത്. അതിനകത്ത് ആദ്യത്തെ സംഭവമാണ് പരിയാരത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വാശ്രയ മേഖലയിലെ മെഡിക്കൽ കോളേജ് ആദ്യമായി വരുന്നത് ഈ പറയുന്ന സഹകരണ മേഖലയിലാണ്. തെറ്റിദ്ധരിക്കുന്നതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് വെറും ഒരു സ്വാശ്രയ പ്രശ്നം മാത്രമല്ല. ഇതിനകത്ത് പ്രശ്നം എന്താ? ഇത് സ്വാശ്രയ മേഖലയിൽ തുടങ്ങുന്ന സർക്കാരിന്റെ ഭൂമിയിൽ അതുകൂടി സ്വകാര്യ ട്രസ്റ്റ് എങ്ങനെയാണ് സ്ഥാപനം നടത്തുക? ഇതായിരുന്നു വളരെ സ്പെസിഫിക് ആയ ചോദ്യം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അന്ന് 2 മന്ത്രിമാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആ 2 മന്ത്രിമാർ പങ്കെടുക്കുമ്പോൾ MV രാഘവനെ തടയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരും ആ മന്ത്രിമാർ ഒരു മന്ത്രി തടഞ്ഞിട്ടില്ല. അദ്ദേഹം തിരിച്ചുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ MV രാഘവനെ തടയാനുള്ള കാരണം ഇതാണ്. കാര്യം MV രാഘവനെ അല്ലല്ലോ സ്വാഭാവികമായിട്ട് തടയേണ്ടത്. അതല്ല വിഷയം. ഞാൻ പറയുന്നത് ഇതിനകത്തുള്ള സ്പെസിഫിക് ആണ് അരുൺ പറഞ്ഞ കാര്യം. അതായത് എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഭൂമി കൂടി എടുത്തുകൊണ്ട് പോകുന്നു. സ്വാശ്രയ മേഖലയിൽ ആദ്യം വരുന്ന മെഡിക്കൽ കോളേജ്. എനിക്കതിനകത്ത് തർക്കമില്ല. എനിക്ക് തർക്കമുള്ള എവിടെയാ? പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാരണം എന്ന് പറയുന്നത് കേവലം സ്വാശ്രയ സമരം മാത്രമായിരുന്നില്ല. നമ്മൾ രണ്ടുപേരും പറഞ്ഞതിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സ്വാശ്രയ മെഡിക്കൽ അത് നമ്മൾ പറഞ്ഞു പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇതേ CPM ഈ രക്തസാക്ഷികളെ സൃഷ്ടിച്ച് സ്വാശ്രയത്തിന് അനുകൂലമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചല്ലോ, കാലം മാറിയപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കോൺടെക്സ്റ്റിലെ 2 ദിവസത്തിന്റെ വ്യത്യാസമാണ്. അതായത് കേരളത്തിൽ തിരുവനന്തപുരത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സ്വാശ്രയ മേഖലയിലേക്ക് വരുന്നതിന്റെ ഒരു
വലിയ സമരം നടക്കുന്നു. ആ സമരം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം പ്രഖ്യാപിക്കുകയാണ് മന്ത്രിമാരെ എല്ലാം തടയും. അന്ന് ആദ്യമായി കേരളത്തിൽ വരാൻ പോകുന്ന മെഡിക്കൽ കോളേജ് സ്വാശ്രയ മേഖലയിലായിരുന്നു. സഹകരണ മേഖലയായിരുന്നു. സഹകരണ മേഖല വരുമ്പോൾ ഇങ്ങനെ ചില കുഴപ്പങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അതുകൊണ്ടാണ് എം വി രാഘവനെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ മൊഴിയിൽ അതുണ്ട്. ആരുടെ രവത ചന്ദ്രശേഖർ കൊടുത്ത മൊഴിയിലും അതുണ്ട്. എം വി ജയരാജൻ അടക്കം ഉള്ള ആളുകൾ പറയുന്നത് കേട്ടു എന്നൊരു മൊഴിയുണ്ട്. ഒരുപക്ഷെ ഈ രവത ചന്ദ്രശേഖരനോടുള്ള പാർട്ടി നേതാക്കളുടെ വിയോജിപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. അന്ന് ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് രവത ചന്ദ്രശേഖർ പറഞ്ഞു അത്രേ, ഇതിൽ എം വി രാഘവനെ എന്തായാലും തടയും എന്ന് പറയുകയും അത് ഉറപ്പല്ലേ. അതാണ് അത് പറഞ്ഞത്. നേതാക്കളുടെ പേരിൽ എം വി ജയരാജൻ അടക്കമുള്ള പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എം വി ജയരാജന്റെ പ്രതികരണമാണ് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി നിലനിൽക്കുന്നത്. എം വി ജയരാജൻ പ്രതികരിച്ചിട്ടുമില്ല. അത് മിണ്ടുകയില്ല. മാത്രമല്ല എം വി രാഘവൻ അങ്ങനെ വിടാൻ പറ്റുമോ? എം വി രാഘവൻ എപ്പോഴാ അപ്പുറത്തുനിന്ന് മാറി ഇപ്പുറത്ത് വന്ന് ഒരു സർക്കാർ രൂപീകരിച്ച് എം വി രാഘവൻ മന്ത്രിയാവുകയാണ്. ആ മന്ത്രിയാണ് സ്വാശ്രയ മേഖലയിൽ സ്വന്തമായി ഒരു കോളേജ് കൊണ്ടുവരാൻ പോകുന്നത്. അല്ല, ഇനിയിപ്പോ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടല്ലായിരുന്നെങ്കിൽ പോലും സ്വാശ്രയ മേഖലക്കെതിരായ ബാക്കി എല്ലാ സമരങ്ങൾ പോലും അത് അവസാനിക്കുമായിരുന്നു. ഇവിടുത്തെ പ്രശ്നമല്ല. ഇവിടെ എം വി രാഘവൻ ഒന്ന് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്ന കാര്യം. എം വി രാഘവൻ ആണ് എന്നുള്ളത് കൊണ്ട് കണ്ണൂരിൽ എം വി രാഘവൻ CPM-നെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഓപ്പണന്റാണ്, രാഷ്ട്രീയമായ എതിരാളിയാണ്. രണ്ടാമത്തത് ഇങ്ങനൊരു കോസ് കൂടി അവിടെയുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഭൂമി വിട്ടത്. മുദ്രാവാക്യങ്ങൾ പോലും അങ്ങനെയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അരുണാചല പ്രശ്നം ഈ മുദ്രാവാക്യം വിളിച്ച ഒരാൾ എന്ന നിലയിൽ ആനുകൂല്യം എനിക്ക് അന്ന് എം വി ജയരാജൻ ഒരു കാര്യമുണ്ട്. എം വി ജയരാജൻ പത്രത്തിൽ പറഞ്ഞാണ് 91-96 വർഷത്തെ UDF സർക്കാരിന്റെ ഭരണത്തിൽ നടമാടിയ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ DYFI പ്രഖ്യാപിച്ച സമരമായിരുന്നു. ഔദ്യോഗിക പരിപാടിക്കെത്തുന്ന മന്ത്രിക്കെതിരെ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധം പ്രകടിപ്പിക്കൽ. അതിന്റെ ഭാഗമായിരുന്നു കൂത്തുപറമ്പിലും മട്ടന്നൂരിലും സഹകരണമന്ത്രി എം വി രാഘവനെതിരായ പ്രതിഷേധം. പക്ഷേ അതിനെ UDF സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് ചെയ്യുന്നത്. കാരണം ആദ്യമായി തിരുവനന്തപുരത്ത് സമരം നടക്കുന്ന സ്പെസിഫിക് റീസണാണ് പറഞ്ഞത്. അന്ന് കാര്യം പരിയാരം മെഡിക്കൽ കോളേജ് എപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാശ്രയത്തിന്റെ പേരിലുമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. സ്വാശ്രയത്തിനോടൊപ്പം ഇങ്ങനെ ഒരു അഴിമതിയുടെ വിഷയം കൂടി അല്ല. അവിടെയാണ് കോഴ എന്ന് പറയുന്നത്. അല്ല, അതുകൂടിയുണ്ട്. പക്ഷേ വിഷയം ആദ്യമായി കേരളത്തിൽ സ്വാശ്രയ മേഖല എന്തിനാണ് സമരം തുടങ്ങുന്നത്? ശ്രീനിവാസനെ തല്ലുന്നത് എന്തിനാണ്? TP ശ്രീനിവാസൻ ആഗോള വിദ്യാഭ്യാസ സമയത്ത് തല്ലുന്നത് എന്തിനാണ്? അത് ആ ഘട്ടത്തിൽ ഞാൻ പറയുന്നതിനുള്ളൂ. ചരിത്രം നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ മേഖലക്കെതിരായ വലിയ സമരം, ആ സമരം SFI അവസാനിപ്പിക്കുന്നു. അതിനുശേഷം മന്ത്രിമാരെ തടയുന്ന DYFI ഒക്കെ രംഗത്തേക്ക് വരും. ഇപ്പോൾ എം വി ജയരാജന് പ്രതികരണം വന്നില്ല എന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എം വി ജയരാജന് പ്രതികരണം വന്നിട്ടുണ്ട്. എം വി ജയരാജൻ P ജയരാജനെ പൂർണ്ണമായും തള്ളുകയാണ്. DGP നിയമനത്തെ ന്യായീകരിച്ച് എം വി ജയരാജൻ കൂത്തുപറമ്പ് വെടിവയ്പ്പിന് കാരണക്കാരൻ റവാഡ ചന്ദ്രശേഖർ അല്ല. വെടിവയ്പ്പിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കില്ലെന്ന് തെളിഞ്ഞതാണ്. ഇപ്പോൾ കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നത് ദുരുദ്ദേശത്തോടെയാണ് എന്ന് എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇനി പാർട്ടിക്കകത്ത് അടിപൊട്ടും. അതായത് P ജയരാജനെ തള്ളുകയാണ് ഈ വിഷയത്തിൽ. സുജയ, അപ്പൊ മൂർത്തമായ ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിലേക്ക് കടന്നോട്ടെ. അതെ, എം വി ജയരാജൻ പറഞ്ഞതോടുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും. അപ്പോൾ നേരത്തെ അങ്ങനെ P ജയരാജനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് P ജയരാജൻ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിൽ സഖാക്കൾക്ക് വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞത് എന്തായാലും എം വി ജയരാജനും അദ്ദേഹം ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണല്ലോ. അദ്ദേഹം തന്നെ P ജയരാജൻ പറഞ്ഞതിൻ്റെ മറുപടിയായി തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികരണം വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ റവാഡ ചന്ദ്രശേഖറിൻ്റെ ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നത് 1997 ജൂലൈ 7-ാം തീയതിയാണ്. അതിനുശേഷമാണത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വരുന്നത്. കാരണം 10 ദിവസത്തെ ഇടവേളയിലാണ് പത്രത്തിൽ ആ കുറിപ്പ് വിശദമായി തന്നെ, അതായത് ഒരു സംക്ഷിപ്ത രൂപം പ്രസിദ്ധീകരിക്കുന്നത്. ആ 10 ദിവസത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതുകൂടി ആലോചിക്കണം. നിയമസഭയുടെ മേശപ്പുറത്ത് ഈ റിപ്പോർട്ട് വയ്ക്കുമ്പോൾ അന്നും ഈ റവാഡ ചന്ദ്രശേഖറിനെതിരായ വികാരം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം 1994 കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ 3 വർഷങ്ങൾക്ക് പുറമെ റിപ്പോർട്ട് വരുമ്പോൾ അതിലെ കണ്ടെത്തൽ എന്താണ്, അതിൽ റവാഡ ചന്ദ്രശേഖരനെയും ഹക്കീം ബത്തേരിയെയും ഒക്കെ പറഞ്ഞത് എന്താണ് എന്നുള്ളത്. ഹക്കീമിനെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചത് ഹമുക്ക് ബത്തേരി എന്നാണ്. അതൊന്നും കേരളം മറന്നിട്ടില്ല. അന്ന് വിശേഷിപ്പിച്ചത് ആ രീതിയിലാണ്. പത്രങ്ങളിലടക്കം വാർത്ത വന്നതാണ്. അന്നത്തെ ദേശാഭിമാനിയുടെ ഈ വെടിവെപ്പ് നടന്നതിന് ശേഷമുള്ള പേജുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയും. കൂത്തുപറമ്പിൽ പോലീസ് വെടിവെപ്പ്, 5 യുവാക്കൾ മരിച്ചു, ഡ്രാക്കുളയുടെ കൊലച്ചിരി എന്നൊക്കെയുള്ളതായിരുന്നു അന്നത്തെ പത്രത്തിൻ്റെ തലക്കെട്ട്. ആ ദേശാഭിമാനിയുടെ അന്നത്തെ ആ പത്ര കട്ടിങ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഡ്രാക്കുളയുടെ കൊലച്ചിരിയൊക്കെ എന്തായാലും ആരാണ്, അതിനുശേഷം പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ പരാമർശിച്ചു പോയല്ലോ. ഇതിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കഴിഞ്ഞ വർഷവും നവംബർ 25-ന് സമുചിതമായി തന്നെ ആചരിച്ച പാർട്ടിയാണ് CPIM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വെടിവെപ്പിനെ കുറിച്ച്, അതിൻ്റെ രക്തസാക്ഷികളെക്കുറിച്ച് ഒക്കെ മറന്നുപോയിട്ടുണ്ടാകില്ല എന്ന് വേണം സ്വാഭാവികമായും കരുതാൻ.
മനസ്സിലാക്കാൻ. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ മുദ്രാവാക്യം വിദ്യാഭ്യാസ കമ്പോളവൽക്കരണത്തിന് എതിരെയായിരുന്നു. സ്വാശ്രയം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. വിദ്യാഭ്യാസ കമ്പോളവൽക്കരണം എന്നതാണ് അതിൽ എക്സാക്റ്റ് ആയിട്ട് ഉപയോഗിച്ച വാക്ക്. അതിൽ നിന്നാണ് പിന്നീട് സ്വാശ്രയ സമരത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷേ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. 1994 നവംബർ 25 സമരം നടക്കുന്നു. അതിൽ കെ രാജീവനും ഷിബുലാലും റോഷനും മധുവും ബാബുവും രക്തസാക്ഷികളാകുന്നു. സഖാവ് പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ രക്തസാക്ഷിത്വം വരിക്കുന്നു. അതാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ സംഭവിച്ചത്. ഇതിൽ മരണക്കിടക്കയിൽ അല്ലെങ്കിൽ മരണത്തോടടുത്ത് ശയ്യാവലംബിയായി പുഷ്പൻ കിടക്കുന്നത് 3 പതിറ്റാണ്ട് കാലമാണ്. 94 മുതൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ വരെ 3 പതിറ്റാണ്ട് കാലമാണ് പുഷ്പൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ പുഷ്പനെ അറിയാൻ മാത്രമല്ല പുഷ്പനെ മറക്കാനും സഖാക്കൾക്ക് കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കിടക്കയിൽ കിടക്കുമ്പോഴും പി ജയരാജൻ പറഞ്ഞതുപോലുള്ള ഒരു വാചകവും പുഷ്പനിൽ നിന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും വന്നിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വിയോഗവേളയിലൊക്കെ എങ്ങനെയാണ് പുഷ്പനെ കൊണ്ടുവന്നത് എന്നതൊക്കെ നമ്മളുടെ മുന്നിൽ ആ ഒരു കണ്ണീരണിയിക്കുന്ന ദൃശ്യമൊക്കെ ഉണ്ട്. കിടക്കയിൽ കിടന്നു വരുന്ന പുഷ്പനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പുഷ്പന്റെ അവസാനം വരുന്ന പ്രതികരണവും പാർട്ടിയാണ് എല്ലാം എന്നാണ്. ഒരിക്കൽ പോലും പാർട്ടിയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അന്നും റവാഡ, അതായത് പുഷ്പൻ മരിക്കുന്നതിന് അല്ലെങ്കിൽ പുഷ്പൻ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുൻപ് തന്നെ റവാഡയെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. അപ്പോൾ ഈ പോലീസിനെതിരെ അന്ന് ഡിവൈഎഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, MVRനെതിരെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, അതെല്ലാം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് പതിയെ ഫെയ്ഡ് ഔട്ട് ആവുന്നത് നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ പിന്നീട് ഈ പോലീസുകാർക്കെതിരെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് ഇപ്പോൾ സംഭവിച്ചു എന്ന രീതിയിൽ റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കൊണ്ടുവരുന്നത് അത് ദുരുപദിഷ്ടമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ MV ജയരാജന്റെ പ്രതികരണം വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും MV ജയരാജൻ മറുപടി കൊടുത്തത്. അല്ലെങ്കിൽ MV ഗോവിന്ദൻ P ജയരാജന് മറുപടി കൊടുക്കേണ്ട. കാരണം ഇരുവർക്കിടയിലെ വൈരം എന്താണ് എന്നതൊക്കെ പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. കാരണം പോളിറ്റ് ബ്യൂറോയിലേക്ക് MV ഗോവിന്ദൻ പോകുന്നത്, പാർട്ടി സെക്രട്ടറി ആകുന്നത്, അപ്പോഴും P ജയരാജൻ ഏത് പോർട്ട്ഫോളിയോയിലാണ് നിൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാനായി MV രാഘവൻ അന്ന് വരുന്നു. കരിങ്കൊടി കാണിക്കുന്നതിനായി DYFI നേതാക്കൾ സാധാരണഗതിയിൽ അവർ നടത്തുന്ന മറ്റ് ഏത് സമരവും എന്ന രീതിയിൽ അവിടേക്ക് വരികയാണ്. അവിടെ റവാഡ ചന്ദ്രശേഖർ ഹൈദരാബാദിൽ നിന്ന് സ്ഥലമാറ്റം കിട്ടി വന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ASP, അയാൾ എങ്ങനെയാണ് അറിയുക കരിങ്കൊടി കാണിക്കാനെത്തിയ ഈ യുവാക്കളെയൊക്കെ തനിക്ക് ചുട്ടുകൊല്ലേണ്ടി വരും അല്ലെങ്കിൽ അതിനുള്ള ഓർഡർ ഇടേണ്ടി വരും എന്നൊന്നും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമൊന്നും അല്ല അവിടെ അരങ്ങേറിയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MVR ആണ് അവിടെ പ്രകോപനം ഉണ്ടാക്കിയത്. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ കൃത്യമായ അതാണ് വളരെ കൃത്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ P ജയരാജൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അത് DYFI ഏറ്റെടുക്കുന്നുള്ളൂ. കാരണം DYFIയുടെ സഖാക്കളാണല്ലോ അന്ന് വെടിയേറ്റ് വീണത്. 5 പേർ അവിടെയും അതിനുശേഷം 3 പതിറ്റാണ്ടിനിപ്പുറം സഖാവ് പുഷ്പനും. അപ്പോൾ DYFI പോലും, ഇന്ന് DYFIയുടെ പ്രതിനിധി നമ്മുടെ ചർച്ചയിലടക്കം ഉണ്ടായിരുന്നു, അവർ പോലും ഈ ആരോപണം ഏറ്റെടുക്കുന്നില്ല. കാരണം റവാഡ ചന്ദ്രശേഖറിന്റെ സർവീസ് ചരിത്രമടക്കം മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ച, റവാഡയുടെ മാത്രമല്ല മറ്റു 3 പേരുടെ, നിതിൻ അഗർവാളിന്റെയും യോഗേഷ് ഗുപ്തയുടെയും 3 പേരുടെയും സർവീസ് ചരിത്രമടക്കം വിവരിച്ചതിന് ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗത്തിലെത്തിയത്. അല്ലാതെ മുഖ്യമന്ത്രി പെട്ടെന്ന് വന്നൊരു ടിക്ക് മാർക്ക് ഇട്ടിട്ട് അന്നാ ഇരിക്കട്ടെ റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ഓർഡർ ചെയ്ത ആളല്ലേ, ഇരിക്കട്ടെ നമുക്ക് DGP തസ്തികയിലേക്ക് കൊണ്ടുവന്നിട്ടൊരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചൊന്നും മുഖ്യമന്ത്രി ചെയ്തതല്ല. ആ 3 പേരിൽ ആർക്കാണ് മെറിറ്റ് എന്ന് നോക്കി അതിൽ ഒരാളെ പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. മറ്റ് 2 പേർക്കും എതിരെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ മറ്റ് പല കാര്യങ്ങളും പരിഗണനാ വിഷയമായി വന്നിട്ടുമുണ്ടാകാം. ഇവിടെ MV രാഘവൻ അന്ന് ഈ വെടിവെപ്പിൽ ഇത്രയും 5 പേരുടെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ഒരു ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത ഒരാളാണ്. അതേ MVRന്റെ മകനോട് പാർട്ടി ക്ഷമിച്ചില്ലേ? അതേ MVRന്റെ മകൻ 2016 പാർട്ടി ടിക്കറ്റിലല്ലേ മത്സരിച്ചത്? ഇപ്പോൾ പാർട്ടിയുടെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ക്ഷണിതാവാണല്ലേ ജില്ലാ കമ്മിറ്റിയിൽ, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ, കണ്ണൂരിൽ തന്നെയാണ്, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവായി MVRന്റെ സാക്ഷാൽ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗമായി സാക്ഷാൽ MVRന്റെ മകൻ നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് എഡിറ്റർ ആയിരുന്ന MV നികേഷ് കുമാർ ഇന്നിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി രക്തസാക്ഷികളെ മറക്കുകയോ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ സാക്ഷിത്വത്തിന്റെ വില മറക്കുകയോ ചെയ്യുന്നതല്ല. അത് കാലാകാലങ്ങളിൽ അവർ മാറ്റം വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതായത് എവിടെയാണോ ആ രക്തസാക്ഷിത്വം സംഭവിച്ചത് അതിൽ നിന്ന് അവിടെ നിൽക്കുകയല്ല. അതിനുശേഷം നോക്കൂ, ജിമ്മി സാർ പറഞ്ഞതുപോലെ അന്നത്തെ അതേ സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ ഭരണകാലത്ത് ഇത്രയും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമോ? ഇപ്പോൾ നോക്കൂ, നമ്മൾ സ്വകാര്യ സർവകലാശാലകൾ അല്ലെങ്കിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇവിടേക്ക് വരാൻ പോവുകയാണ്. ഇഷ്ടം പോലെ വരും, കേരളത്തിലേക്ക് വരും. അപ്പോൾ അതിനെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു വിശാല പ്രദേശമായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിന് റവാഡയോട് നോ പറയണം? റവാഡയ്ക്ക് എന്താണ് കുഴപ്പം? റവാഡ അതല്ലേ ഞാൻ പറഞ്ഞത്, മൂർത്തമായ അഭിപ്രായമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതാണ് CPIMന്റെ ഇക്കാലത്തെ മൂർത്തമായി അവർ സ്വീകരിക്കുന്ന നയവും നിലപാടും ഇതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി. അല്ലാതെ രക്തസാക്ഷികളെ മറന്നതുകൊണ്ടാണ്, കൂത്തുപറമ്പ് മറന്നുപോയത് കൊണ്ടാണ് എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടതില്ല. പാർട്ടി മാറുകയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ
പുഷ്പന്റെ മരണവേളയിൽ അനുശോചന സന്ദേശം മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് അടങ്ങാത്ത വേദനയും അണയാത്ത ആവേശവും, അങ്ങനെയാണ് സഖാവ് പുഷ്പനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി അത് മറക്കും, അല്ലെങ്കിൽ കൂത്തുപറമ്പ് മറന്നിട്ട് ഉൾക്കൊള്ളും എന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ASPക്ക് പങ്കില്ല എന്നുള്ള ഈ പത്മനാഭൻ കമ്മീഷന്റെ കണ്ടെത്തലും, അതോടൊപ്പം തന്നെ ഹൈക്കോടതി 2012 ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയത്. അതായത് ഈ ഉദ്യോഗസ്ഥർക്ക് ഹക്കീം ബത്തേരിക്കായാലും റവാഡ ചന്ദ്രശേഖറിനായാലും വ്യക്തിവൈരാഗ്യമില്ല, കോടതിയുടെ നിരീക്ഷണമാണ്. ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള നിരീക്ഷണം 2012 നടത്തിയത്. അങ്ങനെയാണ് ഹൈക്കോടതി കണ്ടെത്തുന്നു, ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വയ്ക്കുമ്പോൾ ആ അന്വേഷണ കമ്മീഷനും കണ്ടെത്തുന്നു. ഇതല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വന്തം നിലയ്ക്ക് കണ്ടെത്താൻ പറ്റുമോ? പി ജയരാജൻ പറഞ്ഞതിൽ എവിടെയാണ് അങ്ങനെയുള്ള വസ്തുതാപരമായ വിമർശനം എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. കാരണം ഹൈക്കോടതിയും ജുഡീഷ്യൽ കമ്മീഷനും ഒരുപോലെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഹൈക്കോടതി വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നുള്ള പരാതിക്ക് തെളിവില്ല എന്നുകൂടി ആ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. 2012 ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ്. അപ്പോൾ ഇപ്പോൾ പി ജയരാജൻ നടത്തിയ പ്രതികരണം അല്ലെങ്കിൽ ആ വാചകങ്ങൾ അത് MV ഗോവിന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അണികൾക്കിടയിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താം എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയ അഭിപ്രായം. കാരണം റവാഡ ചന്ദ്രശേഖർ 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സർവീസ് കാലയളവ് മൊത്തം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു നയചാതുര്യത്തോടെ എല്ലാവരുമായി ഇടപെടാൻ കഴിയുന്ന ഒരു വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നതാണ് അദ്ദേഹം ഇരുന്ന കേഡറുകളിൽ, അദ്ദേഹം ഇരുന്ന തസ്തികകളിൽ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രൊമോഷൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ സർവീസ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ബ്ലാക്ക് മാർക്കുകൾ ഒന്നുമില്ല. അപ്പോഴാണ് ഈ കൂത്തുപറമ്പിന്റെ പേരിൽ അദ്ദേഹത്തെ ടാഗ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ പി ജയരാജൻ ഒരു തരത്തിലുള്ള ഒരു ടാഗിംഗ് ആണ് നോക്കിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആ ടാഗിംഗ് നിൽക്കില്ല. കാരണം ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 1-2 വർഷമല്ല 15 വർഷം നല്ല സർവീസ് എന്നുള്ള ഒരു മാർക്ക് കൂടി അദ്ദേഹത്തിന് അവിടെയുണ്ട്. മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ഇതേ റവാഡ ചന്ദ്രശേഖറിന് ഈ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ കാരണക്കാരനാണെങ്കിൽ ഇത്രയും അടുത്ത ബന്ധമൊക്കെ കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള ഒരു സഖാവ് സൂക്ഷിക്കുമെന്ന് പി ജയരാജൻ കരുതുന്നുണ്ടോ? എന്തായാലും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് 2008 മടങ്ങിയ റവാഡയ്ക്ക് തിരിച്ചു വരാനായി അദ്ദേഹം തന്നെ തയ്യാറെടുക്കുന്ന, അതായത് കരിയറിന്റെ അവസാന ഭാഗം അത് കേരളത്തിൽ തന്നെ DGP പദവിയിൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെയും ഒരു ആഗ്രഹമായിരിക്കാം. ആ ഒരു ആഗ്രഹമായിരിക്കാം മുഖ്യമന്ത്രിയെ അറിയിച്ചത്. മാത്രമല്ല ഒരു ആന്ധ്രാക്കാരൻ എന്ന നിലയിൽ വിരമിച്ച DGP ദർവേഷ് സാഹിബിന്റെ പിന്തുണയും അല്ലെങ്കിൽ അദ്ദേഹവും ഒരു റെക്കമെൻഡേഷനിലേക്ക് പോയിട്ടുണ്ടോ എന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും റവാഡ ആ 3 പേരിൽ ഫിറ്റ് ഫോർ ദ ജോബ് എന്ന് മന്ത്രിസഭയ്ക്ക് തോന്നിയത് കൊണ്ടെടുത്ത തീരുമാനമാണ്. അതിൽ കൂത്തുപറമ്പിനെ ടാഗ് ചെയ്യേണ്ടതില്ല എന്നതാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ ചോദിച്ചോളൂ. ഈ സത്യത്തിൽ ഈ മുൻപ് ഭയങ്കര വിരോധമുള്ള ആളുകളെ മറക്കാൻ, അവരോട് ക്ഷമിക്കാനൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു പ്രത്യേക ചാതുരി കൂടിയുണ്ടോ? രമൺ ശ്രീവാസ്തവയുടെ കാര്യത്തിലൊക്കെ രമൺ ശ്രീവാസ്തവ വളരെ അനഭിമതനായിരുന്നു ഇടതുമുന്നണിയുടെ കാലത്ത്. ഈ ISRO ചാരക്കേസിൻ്റെ സമയത്ത് രമൺ ശ്രീവാസ്തവ അടക്കം കുറ്റക്കാരാണെന്ന് പറഞ്ഞ് വളരെ വലിയ ക്യാമ്പയിൻ ഇടതുമുന്നണി നടത്തുകയാണ്. അവർക്കെതിരെ നായനാർ സർക്കാരാണ് വീണ്ടും എൻക്വയറി കൊണ്ടുവരുന്നത്. തിരിച്ചു ഒരു ചോദ്യം കൂടെയുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇതല്ല തീരുമാനിക്കുന്നതെങ്കിൽ തിരിച്ചെന്താ നമ്മൾ പറയുക? സർക്കാരിന് രാഷ്ട്രീയ താല്പര്യമുള്ളവരെ നിയമിച്ചെന്നല്ലേ പറയുക? സർക്കാർ രാഷ്ട്രീയ താല്പര്യം ഉണ്ടല്ലോ. അത് ഇവിടെ എങ്ങനെ പ്രകാശ് സിംഗ് കേസ് റവാഡ ഏതെങ്കിലും പാർട്ടിയുമായി എടുത്തു നിൽക്കുന്നുണ്ടോ? CPM-മായി എടുത്തു നിൽക്കുന്നില്ല, കേന്ദ്ര സർക്കാരുമായി എടുത്തു നിൽക്കുന്നില്ല. ഈ കേസിൽ ഒരു കാരണവശാലും ഒരാൾക്കും പറയാൻ പറ്റില്ല രാഷ്ട്രീയ താല്പര്യം. രാഷ്ട്രീയ താല്പര്യം ഒറ്റ രാഷ്ട്രീയ താല്പര്യമാണ്. ഈ രണ്ടുപേരും ഇതേപോലെ കൂത്തുപറമ്പിന്റെ പേരിൽ ഒരു കാലത്ത് പ്രതിസ്ഥാനത്ത് നിന്നവരാണ്. അതിൽ കുറ്റമുക്തരാക്കപ്പെട്ടവരാണ്. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ ഇങ്ങനെ സ്വാഭാവികമാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചോയ്സ് വരുമ്പോ അല്ല, എന്റെ പ്രശ്നം നെഗറ്റീവ് ഞാൻ മനസ്സിലാക്കുന്നത് ചോയ്സ് വരുമ്പോൾ ഏത് തട്ടാണ് തൂങ്ങി നിൽക്കുന്നത്? അല്ല, ചോയ്സ് എന്ന് പറയുന്നത് 1 and 2 ആണ്. 1 and 2 നോക്കുമ്പോഴേക്കും അതിൽ എന്നുള്ളതാണ് പ്രകാശ് സിംഗ്. അതാണ് ഞാൻ പ്രകാശ് സിംഗ് കേസിന്റെ കാര്യം പറഞ്ഞത്. പ്രകാശ് സിംഗ് കേസ് വരെ ഇപ്പൊ TP സെൻകുമാറിന്റെ നിയമനം സർക്കാരിന് തിരിച്ചടി വന്നത് എങ്ങനെയാണ്? TP സെൻകുമാറിനെ കുറിച്ചൊരു വ്യക്തമായ രാഷ്ട്രീയ റീഡിംഗ് ഉണ്ടായിരുന്നു. അതായത് UDF സർക്കാരിന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വായന LDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. കാരണം എന്താ? അദ്ദേഹം ഒരു സംഘപരിവാർ കുടുംബത്തിലെ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അത് UDFിന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിന് രമേശ് ചെന്നിത്തല പോലും സെൻകുമാറിനെ മാറ്റരുതെന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ ഒടുവിൽ സർക്കാർ ആ ധീരമായ തീരുമാനം എടുത്തു. പക്ഷേ തിരിച്ചടി കിട്ടി. അതിന്റെ കാരണം എന്താ? ഈ പ്രകാശ് സിംഗ് കേസിന്റെ ബലത്തിലാണ് അന്ന് സെൻകുമാർ തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അയാൾ RSകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് നടപടിയെടുക്കാൻ പറ്റില്ല. അതാണ് പ്രകാശ് സിംഗ് കേസിന് ശേഷം ഒരിക്കലും പറ്റില്ല. നമ്പർ 1. രമൺ ശ്രീവാസ്തവയുടെ കാര്യത്തിൽ ഉപദേഷ്ടാവായി പ്രത്യേക ഉപദേഷ്ടാവായൊക്കെ വെക്കുമ്പോൾ വേറെ തടസ്സങ്ങളൊന്നുമില്ല. അത് താല്പര്യം തന്നെയാണ്. അല്ല, ആ തീരുമാനങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടേണ്ട എന്താണ് എക്സ്പേർട്ട് അഡ്വൈസ് എന്ന് പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ല നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയിൽ തന്നെ വേൾഡ് ബാങ്കിന്റെ തന്നെ ഒരു ഉപദേഷ്ടാവിനെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിട്ടുന്ന ഉപദേശങ്ങൾ നമ്മളെല്ലാവരും അന്ന് വിമർശിച്ചിരുന്നതും ആ രമൺ ശ്രീവാസ്തവയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി. ആ കാര്യങ്ങളാണ് രമൺ ശ്രീവാസ്തവയുടെ വിരോധം മറക്കുന്നു. അല്ല, ഒറ്റ കാര്യമുള്ളൂ ഇതിനകത്ത്. ഒരു കാര്യം കൂടി എനിക്കിത് പറയേണ്ടതുണ്ട്, പറഞ്ഞു തന്നെ പോകണം. സ്വകാര്യ
മേഖലയിൽ തുടങ്ങാനിരുന്ന, സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിച്ച് സഹകരണ മേഖലയിൽ തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജിനെ സർക്കാർ ഏറ്റെടുത്ത ചരിത്രം കേരളത്തിൽ പരിഹാരത്തിലാണുള്ളത്. ആ മേഖല ഇപ്പോൾ 2019 സർക്കാർ ഏറ്റെടുക്കുന്നത്. മറ്റൊരു കോളേജും മറ്റൊരു മെഡിക്കൽ കോളേജും അങ്ങനെ സ്വകാര്യ മേഖലയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. അത് പരിഹാരത്തിന് കാര്യത്തിൽ ഇവിടെ കളമശ്ശേരി അതേ സ്വകാര്യ ഇത്രയും 2019 ഏറ്റെടുക്കുന്നത് ഇത്. അല്ല, റവാഡ ആ ഇപ്പം പ്രോസസ് വേണ്ടെന്ന് ഇപ്പോഴും വെച്ചിരുന്നെങ്കിൽ ഇതേ ആളുകൾ തന്നെ പറയില്ലേ പലതരത്തിലാണ്. ആ പ്രോസസ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും അത് കൊച്ചി എങ്ങനെ അത് പ്രവർത്തിക്കുന്നത് അത് സർക്കാർ മേഖലയിൽ തന്നെ. അത് ആകെ സർക്കാർ മേഖലയിലാണ്. അതാകെ 2019 ഏറ്റെടുത്തതാണ്. അത് ആകെ പൊതുവെ- അലുവ പരുവാണ്. അത് പൊതുവെ എല്ലാ മെഡിക്കൽ കോളേജിലും ഉള്ളതുപോലെയുള്ള ഇതിന് പ്രത്യേക ഇഷ്യൂ ഉണ്ട്. എടുത്ത അധ്യാപകരുടെ നിയമനം, പോസ്റ്റിംഗ്, അവരുടെ അല്ല, അത് അന്ന് ആ സമയത്തുണ്ടാക്കിയ എഗ്രിമെന്റിന്റെ പുറത്താണ് മൊത്തം കയ്യിൽ നിന്ന് പോയി. പക്ഷെ നോക്കൂ, അതൊരു ധീരമായ തീരുമാനമല്ലേ ജിമ്മി? നിങ്ങൾ സ്വകാര്യ സ്വാശ്രയ കോളേജിനെ സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ പൊളിറ്റിക്കൽ മെസ്സേജ് എന്താ? സ്വകാര്യ സ്വാശ്രയ മേഖലയിൽ ആ കോളേജിനെ അനുവദിച്ചത് കുറെ കാലം അല്ല, അനുവദിച്ചതാരാ? UDF. എന്നിട്ട് അവസാനം ഇത് നടത്താൻ എന്നിട്ട് അവിടെ TB സാനിറ്റോറിയത്തിന്റെ സ്ഥലം കൊടുത്ത് ആരാ നടത്താൻ പോകുന്നത്? സുധാകരനുമായിട്ടാണ് കൂടിയാലോചന. അതെ, ഈ MP രാഘവൻ നടത്തുന്നത്. അത് കഴിഞ്ഞ് LDF ഇത് നടത്താൻ നോക്കി ബുദ്ധിമുട്ടി അവസാനം സർക്കാർ ഏറ്റെടുത്തു. അല്ല, അത് കഴിഞ്ഞിട്ട് പോലീസിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞത് അവസാനം ബുദ്ധിമുട്ടി ഒരു രക്ഷയില്ലാതായി ഇത് എങ്ങനെയെങ്കിലും വെച്ചൊഴിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം വൈരം, സംഘർഷം ഒക്കെ നമ്മൾ കണ്ടതാണ്. പാമ്പ് വളർത്തൽ കേന്ദ്രം തീയിട്ടതൊക്കെ കണ്ടതല്ലേ? അതിനുശേഷം എന്ത് എല്ലാം മറന്നു. ഇതെല്ലാ കാലത്തും ആ സംഘർഷത്തിൽ കൂടെ കടന്നു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ രക്തസാക്ഷികൾ ഉണ്ടാകുന്നു. ഇവിടെ പാർട്ടിക്ക് വേണ്ടി മരിച്ച കുറച്ച് പേരുണ്ടാകുന്നു. ജീവിച്ച് മരിച്ച് ഒരു കാലം കടന്നുപോയി, അദ്ദേഹം പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവരോട് എന്താണ് പാർട്ടി പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. അവരോട് പറയുന്നതാണ് പി ജയരാജൻ പറയുന്നത്. അപ്പുറത്ത് വളരെ സാങ്കേതികമായി ഒരു മറുപടി അപ്പുറത്ത് നിന്ന് വരിക. കോടതി പറഞ്ഞല്ലോ, കമ്മീഷൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നതാണോ അതിൽ കാലാകാലം ആ ഉദ്യോഗസ്ഥനോട് വൈരം ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കല്ലേ? 1995 മുതൽ 2008 വരെയും ഇതേ കേരളത്തിൽ ഇതേ കേഡറിൽ ഇതേ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിരുന്നു. ആയിക്കോട്ടെ, പോലീസ് മേധാവി എന്നുള്ള മറ്റൊരു പൊസിഷൻ അല്ല, ആ പൊസിഷനിലാണ് ഞാൻ പറഞ്ഞത്. പ്രകാശ് സിംഗ് കേസിന്റെ കാര്യത്തിൽ വന്ന തീരുമാനമാണെന്നേ. നിങ്ങൾ പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് പാടില്ല, ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് മനോജ് എബ്രാഹിമിനെ നിയമിക്കാൻ പറ്റില്ല. 2006 മുൻപായിരുന്നെങ്കിൽ മനോജ് എബ്രാഹിമിനെ നിയമിക്കാം. ചില ഉദ്യോഗസ്ഥരെ മാറ്റുന്ന കാര്യത്തിൽ ചില ഉദ്യോഗസ്ഥരെ വേണ്ട അത് തീരുമാനിക്കുന്നതിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ആ രാഷ്ട്രീയ കാരണം എന്താ? സർക്കാരുമായി ചേർന്ന് പോവില്ല. ഇയാൾ നിരന്തര ശല്യക്കാരനാണ്. ഇയാളെ കൊണ്ടൊരു സംവിധാനം പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ശല്യക്കാരെന്ന് പറഞ്ഞു. ഇപ്പോ KM എബ്രഹാമിന്റെ ഫയൽ വീട്ടിലടക്കം തോമസിന്റെ കാലത്ത് ചീഫ് സെക്രട്ടറിയെ സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നു എന്നതടക്കമുള്ള വിഷയങ്ങളിലാണ് സർക്കാരിന്. ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല, CBIക്ക് കൊടുക്കുന്ന ഫയൽ, EDക്ക് കൊടുക്കുന്ന ഫയൽ അത്ര നിഷ്കളങ്കമൊന്നുമല്ല ജിമ്മി. ആയിക്കോട്ടെ, പക്ഷേ ഫോൺ കോൾ പരിശോധിച്ചു എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള വിസ്തീർണമാണ്. എനിക്കെതിരെ പ്രവർത്തനം നടന്നു എന്ന് ഫോൺ കോളുകൾ പരിശോധിച്ച് എനിക്ക് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി. അതാണല്ലോ വിഷയമായത്. അതാണല്ലോ രണ്ടാമത് ജോമോൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യമല്ലേ ഈ പറയുന്നത്? അല്ലല്ല, ഇയാൾ കൊടുത്ത അതിനുശേഷം നോക്കൂ, ഈ വിഷയത്തിൽ എന്താ CBIയും EDക്കും അനാവശ്യമായി നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം ഒരു ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ടായാൽ സ്വാഭാവികമായ ഉദ്യോഗസ്ഥനെ പരിഗണിക്കില്ല. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം. അത് ഏതെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നീങ്ങുന്നുള്ളതുകൊണ്ടല്ല. അതിനകത്തൊരു കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾ പൊളിറ്റിക്കലായിട്ടൊരു ഫൈറ്റ് നടത്തുമ്പോൾ അവിടെ നിങ്ങൾ ആ ഉദ്യോഗസ്ഥൻ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്ന സമയം ഗവർണറെ കൊണ്ടേ ഇരിക്കാൻ പറ്റുന്നില്ല. എബ്രഹാമായിട്ടുള്ള പ്രശ്നം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫൈറ്റ് ആണെന്ന് എങ്ങനെയാണെന്നുള്ളതാണ് എന്റെ സംശയം. കിഫ്ബിയുടെ കാര്യത്തിൽ എങ്ങനെ KM എബ്രഹാമാണോ കിഫ്ബി? KM എബ്രഹാമിനെ കൊണ്ടുവന്നത് കിഫ്ബി അല്ല. ആര് പറഞ്ഞു? രണ്ടുമല്ല. കൊണ്ടുവന്നത് നിയമസഭ കൊണ്ടുവരുന്ന സമയത്ത് ഉപദേശം കൊടുത്താരാ? കേൾക്കൂ, നിയമസഭ ഉപദേശം കൊടുത്തതാരാ? ആ തോമസ് എബ്രഹാം കൊണ്ടുവരുന്ന സമയത്ത് കിഫ്ബി കൃത്യമായി ഇപ്പൊ കൊണ്ടിരിക്കുന്നതാരാ? ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോമസ് ഐസക്കിനെ അടക്കം പ്രതി ചേർത്തതാരാ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിഫ്ബി നടന്നൊന്നും പറയരുത്. എന്താ കാര്യം പറഞ്ഞു? കിഫ്ബി എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള പരിധികൾ ലംഘിക്കുന്നത്. ശരിയാണോ? അത് തെറ്റാണ്. അല്ല, സർക്കാർ ചെയ്തത് തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, NHAക്ക് എടുക്കാമോ കടം? കേട്ടില്ല. NHAക്ക് കടം എടുക്കാമോ? NHAയുടെ പോലെ അല്ല കേരള സർക്കാരിന്റെ വിഷയം. ഡിഫറൻസ് എന്താ?
ഇപ്പൊ NHA കിഫ്ബി- off budget അല്ല, borrowing ഒരു ആണോ? minute. NHA off budget borrowing ആണോ? ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. ആണ്. കിഫ്ബി off budget borrowing ആണോ? ചോദിച്ചത് ഇതിന്റെ കാര്യമാണോ ചോദിച്ചത്? കിഫ്ബിയും NHA യും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമില്ല. പിന്നെ NHA ഇല്ലാത്ത എങ്ങനെ കിഫ്ബിക്ക് ബാധകമാവുന്നത്? കിഫ്ബിക്കുള്ള പ്രശ്നം ഇപ്പൊ എന്തായി അവസാനം? എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കിഫ്ബി എന്ത് ചെയ്തു? ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ളത് മാറ്റി സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. NHA കേന്ദ്രത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല. അതാണ് വിവേചനം. അതാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ഫൈറ്റ്. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഫൈറ്റ് നിയമത്തിനകത്തുകൊണ്ട് പോകണം. നിയമത്തിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. നിലവിലുള്ള അവസ്ഥയിൽ RBI കൊടുത്ത കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് തോമസ് ഐസക് ശരി, ഒരു വാദത്തിന് ഇപ്പോഴും നിയമത്തിന് ശരി, ഒരു വാദത്തിന് ഞാനത് അംഗീകരിച്ചാലും അത് KM എബ്രഹാം അല്ല. അല്ലല്ല, നോക്കൂ, ചുമതല വഹിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്താണ് കിഫ്ബിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനമായിരുന്നല്ലോ കൊടുത്തത്. അവിടെ ഈ കേസ് എവിടെ പോയി നിൽക്കുന്നത്? കിഫ്ബിയും KM എബ്രഹാമും KM വേണ്ടി സാമ്പത്തിക വകുപ്പിൽ വളരെ കൃത്യമായി കിഫ്ബിയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് തോമസ് ഐസക്കിന്റെ സമയത്തും അതിനുശേഷം KN ബാലഗോപാലിന്റെ സമയത്തും മറ്റൊരവസരത്തിൽ ഒരു ചർച്ച നമുക്ക് സമയത്തിന് പരിമിതിയുള്ളതുകൊണ്ടാണ് നമുക്ക് ചർച്ച ചെയ്യാം. കിഫ്ബിയും KM എബ്രഹാമും അത് കിഫ്ബി കൊണ്ടാണെന്ന് പറയുന്നത് അല്ല. എബ്രഹാമിന്റെ പ്രശ്നം KM എബ്രഹാമിന്റെ സമ്പാദനമാണ്. സ്വകാര്യ ഫയലാണ് പോയത്. സമ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു തെളിവുമില്ല എന്നുള്ള കാര്യം കൃത്യമായി ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇന്നവരെ കേസ് രജിസ്റ്റർ ചെയ്തില്ല. അദ്ദേഹത്തിനാണ് CBIക്ക് വിടാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിനെതിരായ കേസ് 4 ജഡ്ജിമാർ കേട്ടിട്ട് മാറി വെച്ചെന്താ? ഏറ്റവും എവിടേക്കാ പോയത്? CBIയിലേക്ക് പോകാനുള്ള കാരണം എന്താ? അതിപ്പോഴും വ്യക്തമല്ല. കൊടുത്തിരിക്കുന്ന മറുപടി വിട്ടതാ. അതാ കോടതി വിട്ട ഏത് കേസിലാ? ഈ പറയുന്ന ആര് കൊടുത്ത കേസിൽ? ജോമൻ പുത്തമ്പരിക്കൽ. എന്താ കേസിന്റെ കാരണം? PWDയുമായി ബന്ധപ്പെട്ട ജോമൻ പുത്തമ്പരിക്കലിന്റെ കേസ്. ഇതാണല്ലോ KM എബ്രഹാം പറയുന്നത്. ഒരു രേഖയും നിലവിൽ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. തുടങ്ങിയല്ലേ ഉള്ളൂ. അതാണ് ഇതുവരെ എന്നാ തുടങ്ങിയ കൊല്ലത്ത് തുടങ്ങിയ ഒരു പാരമ്പര്യ സ്വത്തും ആയി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സ്വത്തിൽ തുടങ്ങിയതാണ്. അതിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടുമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. തിരിച്ച് ഒരു കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. 4 ജഡ്ജിമാർ എങ്ങനെയാണ് കേസ് നീണ്ടുപോയത്? 4 ജഡ്ജിമാർ, അതായത് സമയപരിധി ഉണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് പറയാം, 4 ജഡ്ജിമാർ ഈ കേസ് കേൾക്കുകയും മാറി പോയത് കൊണ്ടാണ് കേസ് നീണ്ടുപോയത്. അതിലൊരു കാര്യം കൂടി പറയാം. ഈ കേസ് KM എബ്രഹാമിന്റെ സമയത്ത് കേസെടുക്കുന്നത് ഏത് സമയത്താണെന്നറിയോ? KM എബ്രഹാമിന്റെ സമയത്ത് UDFിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്ത് കേൾക്കൂ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്താണ് ഈ കേസ് എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് പിണറായി സർക്കാർ വരുന്നു. അതിനുശേഷം രണ്ടാമത്തെ പിണറായി സർക്കാർ വരുന്നു. അത് കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഇത് CBIക്ക് പോകുന്ന തീരുമാനം ഉണ്ടാകുന്നത്. അതിനെ KM എബ്രഹാം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്റെ വിഷയമേ ഉള്ളൂ, ഇതെങ്ങനെയാണ് ഇപ്പോൾ CBIയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്? ഈ വിഷയത്തിൽ ആരാണ് ഫയലുകൾ ചോർത്തിക്കൊടുത്തത്? ഈ വിഷയത്തിൽ സർക്കാർ സംശയമുള്ള ഒരു ഉദ്യോഗസ്ഥനെ സ്വാഭാവികമായും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കും. അതാണ് ഞാൻ പറഞ്ഞ എന്റെ മുന്നോട്ട് നിർത്താം. KM എബ്രഹാമിന്റെ പ്രശ്നം കിഫ്ബി അല്ല. അത് പ്രശ്നം നമ്മൾ കാണുന്ന ജിമ്മി. അപ്പൊ KM എബ്രഹാം കിഫ്ബിയുടെ ഭാഗമല്ലെന്ന് ജിമ്മിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട കിഫ്ബിയുമായ വിഷയത്തിൽ സർക്കാരിനെ ശക്തമായി പ്രതിരോധിച്ച ഉദ്യോഗസ്ഥന്റെ പേരാണ് KM എബ്രഹാം. എന്റെ ഒരു വാദം കൊണ്ട് പറയുന്നു, കിഫ്ബിയുടെ പേരിലാണ് KM എബ്രഹാമിനെ ക്രൂശിക്കുന്നത്. 100% there is no connection between കിഫ്ബി and അത് സ്വാഭാവികമായി പറയാം. മുറിവുകൾ മറന്നു എന്നുള്ളതാണ് രണ്ടുപേരുടെ അഭിപ്രായം. മുറിവുകൾ മറന്നിട്ടില്ല എന്നാണ് രണ്ടുപേരുടെയും